നമസ്കാരം. കേന്ദ്ര ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ തൻ്റെ 8ാമത്തെ ബജറ്റ് ഈയിടെ പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുകയുണ്ടായി. വളരെയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സിന് വളരെയധികം ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് ഈ വർഷം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്രയും ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ പല ഒളിഞ്ഞിരിക്കുന്ന ചില പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 4 തൊട്ട് 8 വരെ 5%, 8 തൊട്ട് 12 ലക്ഷം വരെ 10%, ഇങ്ങനെ സ്ലാബുകളും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ സംശയങ്ങൾ, ഈ കൊച്ചു സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ കൂടെ ഈ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ശ്രീ സന്തോഷ് ജേക്കബ്, പ്രശസ്ത ടാക്സ് കൺസൾട്ടൻ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമുക്കിപ്പോൾ ഈ പറഞ്ഞ, ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അതേ ചോദ്യം തന്നെ, 12 ലക്ഷം രൂപ വരെയും ഒരാൾ ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്നു. അതായത് 12.75 ലക്ഷം വരെയും നിങ്ങളുടെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഈ സ്ലാബുകൾ, പഴയ സ്ലാബ്, പുതിയ സ്ലാബ് എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം. എന്താണ് അതിനെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യാനുള്ളത്? നമസ്കാരം. സുഹൃത്ത് ഷിബു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 7 ലക്ഷമായിരുന്നു മുമ്പേ നമ്മളുടെ എക്സംഷൻ എല്ലാം ക്ലെയിം ചെയ്തിട്ട് നമ്മുടെ സെക്ഷൻ 80C റിബേറ്റുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലും ടാക്സ് ഇല്ലാത്ത തുക വരുന്നത്. അത് ഇപ്പോൾ മാറിയിട്ട് 12 ലക്ഷമായി. മുമ്പേ 7 ലക്ഷം എന്ന് പറയുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോഴും ടാക്സ് ലിമിറ്റിന് താഴെയുള്ള തുക എന്ന് പറയുന്നത് 2.5 ലക്ഷമായിരുന്നു. ഈ 2.5 ലക്ഷം എന്നുള്ളതാണ് ഇപ്പോൾ 4 ലക്ഷത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഈ 2.5 ലക്ഷത്തിന് താഴെയുള്ള ആളുകളുടെ നികുതി, വരുമാന നികുതി 2 ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവരുടെ വരുമാന നികുതി പരിധിക്ക് താഴെയാണ്. അവർക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നിയമപരമായിട്ട് പ്രഥമ ദൃഷ്ട്യാ ബാധ്യതയില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ TDS എമൗണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ടബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ലൈക്ക് ഇപ്പോൾ ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡിൻ്റെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബാധ്യത വരുന്നുണ്ട്. അപ്പം ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഈ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആണ് ഇപ്പോഴത്തെ ടാക്സ് സ്ലാബ് തുടങ്ങുന്നത്. നേരത്തെ 2 നടന്നത് 4ലേക്ക് വന്നു. ഈ 4 തുടങ്ങി 8 വരെ 5%. അപ്പോൾ ഈ 4 തുടങ്ങി 8 ലക്ഷം വരെ എന്നുള്ളതിന് 5% എന്ന് പറയുമ്പോഴത്തേക്ക് 20,000 രൂപ ടാക്സ്. 8 തുടങ്ങി 12 വരെ എന്നുള്ളതിന് 10% എന്ന് പറയുമ്പോഴത്തേക്കും 40,000. അപ്പം 20,000 പ്ലസ് 40,000, മൊത്തം 60,000 രൂപ ടാക്സ് അടക്കാൻ ബാധ്യതയുള്ളത് സെക്ഷൻ 87A എന്നുള്ളത് റിബേറ്റ് ആണ്. ആ റിബേറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഈ 12 ലക്ഷം രൂപ ടാക്സ് ഇല്ലാതെ വരുന്നത്. ഈ 12 ലക്ഷവും 12,75,000 എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഈ 75,000 എന്ന് പറയുന്നത് സാലറി ക്ലാസ്സിന് മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം. അതായത് മറ്റുള്ളവർക്ക് 12 ലക്ഷമാണ്. 12 ലക്ഷമാണ്. ഈ സാലറി ക്ലാസ്സിന് മാത്രമാണ് ഈ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മറ്റുള്ളവർക്ക് കിട്ടില്ല. ഇനി ഈ 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഒരാൾക്കൊരു ഇൻകം, പലർക്കും ശമ്പളം 12 ലക്ഷം കിട്ടുന്നുണ്ടാവും. പ്ലസ് അവർക്ക് FDയുടെ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മീഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വാടക, ഇങ്ങനെ പല ഹെഡ്സിലുള്ള ഇൻകം എല്ലാം അവിടെ ആഡ് ചെയ്തിട്ടാണല്ലോ ഈ ടാക്സ് വരുന്നത്. അപ്പോൾ ഈ 12 ലക്ഷത്തിന് വരെ സാലറി ഒരാൾക്കുണ്ടെങ്കിൽ അവർ സാധാരണഗതിയിൽ എനിക്ക് ടാക്സ് ഇല്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോം 26AS പരിശോധിക്കുക. 26AS ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ TDS, ബാങ്ക് ഏതെങ്കിലും പലിശയിൽ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് ബാക്കിയുള്ള തുകയ്ക്ക് ടാക്സബിൾ ആണ്. അപ്പോൾ ഈ 12 ലക്ഷം എന്നുള്ള അതിൻ്റെ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടും. അതേപോലെ ഈ 12 ലക്ഷത്തിന് മുകളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ 87A റിബേറ്റ് 60,000
എന്നുള്ള ടാക്സ് എക്സംഷൻ ഇല്ലാതെയാവുകയും അവർക്ക് അതിനും ഫുൾ എമൗണ്ടിനും ടാക്സ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് സന്തോഷ് പറഞ്ഞു വരുന്നത് 12 ലക്ഷം എന്നുള്ളത് കട്ട് ഓഫ് ആണ്. അതിൽ നിന്ന് ഒരു 10,000 രൂപ കൂടി 5,000 രൂപ 10,000 രൂപ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടാക്സുകളെല്ലാം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അവിടെ ഒരു മാർജിനൽ റിലീഫ് ഉണ്ട്. മാർജിനൽ റിലീഫ് എന്ന് പറയുമ്പോഴത്തേക്കും 12,10,000 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഈ 10,000 രൂപയുടെ മുകളിലുള്ള ടാക്സ് അതെത്രയാണോ ആ തുക ഇവർക്ക് ഇവർക്ക് കിട്ടുന്ന ആ എക്സംഷൻ 60,000 ഉണ്ടല്ലോ, അപ്പൊ അതിന് മുകളിലാണോ എന്നുള്ളത് നോക്കിയിട്ട് ഏതാണോ കുറവ് അതടച്ചാൽ മതി. സപ്പോസ് 10,000 രൂപയാണ് ടാക്സ് വരുന്നതെങ്കിൽ ഈ 10,000 അടച്ചാൽ മതി, മറ്റേ 60,000 രൂപ അടക്കേണ്ടി വരില്ല. വ്യക്തമായെന്ന് തോന്നുന്നു. അതായത് 12 ലക്ഷം രൂപ നമുക്ക് ടാക്സബിൾ ഇൻകം വരുമ്പം നമുക്ക് വേണ്ട എക്സംഷൻ മറ്റേ റിബേറ്റ് എടുത്തുകൊണ്ട് വേണ്ട. അതിന് മുകളിലേക്ക് ഒരു 12,10,000 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10,000 രൂപയ്ക്ക് വരുന്ന ടാക്സ് അതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 60,000 രൂപ ഏതാണോ കുറവ് ആ തുക അടക്കേണ്ടി. അതാണ് മാർജിൻ. അപ്പൊ എഗെയിൻ എനിക്ക് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു കോമൺ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ, അപ്പൊ ഞാൻ ടാക്സ് റിട്ടേൺ കൊടുക്കണ്ട എന്നാണോ? കൊടുക്കണം. നേരത്തെ പറഞ്ഞല്ലോ 4 ലക്ഷം രൂപ വരെ ഉള്ള ആളുകൾക്ക് ടാക്സ് ഇല്ല. പക്ഷെ അവർക്കും പറഞ്ഞ പോലെ അതായത് ഇതിന്റെ ഈ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്തേ മതിയാവും. 4 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ആർക്കാണെങ്കിലും ടാക്സ് റിട്ടേൺ. ഇനി 4 ലക്ഷത്തിന് താഴെയാണെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട പല സാഹചര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പം TDS പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ TDS നമുക്ക് റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ നമ്മൾ 15H കൊടുത്തിട്ടുണ്ടാവും. 15H എനിക്ക് ടാക്സബിൾ ഇൻകത്തിന് താഴെയാണ് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ബാങ്കിൽ പലിശ വരുമാനത്തിന് എഗെയിൻസ്റ്റ് 15H കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം ഇത് കൊടുക്കുന്നതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പൊ ഇൻകം ടാക്സിൽ നിന്ന് ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ഇവർക്ക് ക്ലാരിഫിക്കേഷൻ വരും, നിങ്ങൾ എന്തുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്തില്ല, അതിന് കാരണം പറയാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതും ഈ വക നൂലാമാല ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരും റിട്ടേൺ ഫയൽ ചെയ്യുന്നത് അഭികാമ്യമാണ്. അതുപോലെ തന്നെ ഈ ബജറ്റ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഈ സ്ലാബ് എക്സംഷനും പറയുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു എക്സെപ്റ്റ് സ്പെഷ്യൽ റേറ്റ്സ് എന്നുള്ളത്. ആ സ്പെഷ്യൽ റേറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് അങ്ങനെയുള്ള സ്പെഷ്യൽ റേറ്റ്സ് വരുന്നത് ഇതിനകത്ത് പെടുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? അതായത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥലം വിറ്റു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഷെയറോ അല്ലെങ്കിൽ ഡിബെഞ്ചറോ എന്തെങ്കിലും ഷെയർ ട്രാൻസാക്ഷൻ നടത്തി ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന വരുമാനം ഈ നേരത്തെ പറയുന്ന വകുപ്പിൽ ബാധിക്കുന്നതല്ല. അത് സെപ്പറേറ്റ് ആണ്. ഒന്ന് തുടങ്ങി 1 രൂപ തുടങ്ങി എത്ര രൂപ വരുന്നുണ്ടോ അതെല്ലാം ഈ പറയുന്ന നേരത്തെ, അതായത് എന്റെ വരുമാനം 5 ലക്ഷം രൂപയേ ഉള്ളൂ, ബാക്കി എന്റെ വരുമാനം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എനിക്ക് അത് രണ്ടും കൂടെ മെർജ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ക്യാപിറ്റൽ ഗെയിൻ ഇപ്പൊ ഇതൊന്നുമില്ല. സാലറിയും ഇല്ല, അയാൾക്ക് വാടക വരുമാനവും ഇല്ല, മറ്റൊരു വരുമാനവും ഇല്ലെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ഗെയിൻ വരുന്ന ടാക്സ് ഇയാൾ അടക്കാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഇത് ക്യാപിറ്റൽ ഗെയിൻ ഈ സ്ഥലം വിറ്റതിന്റെ അല്ലെങ്കിൽ ഷെയർ വിറ്റതിന്റെ ഒരു ലോസ് ഉണ്ടെങ്കിലും അത് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. ഈ ആകെക്കൂടി വന്നിരിക്കുന്നത് ഈ സെക്ഷൻ 87 റിബേറ്റ് ഉണ്ടായിരുന്നത് 7 ലക്ഷം വരെ എന്നുള്ളത് മാറിയിട്ട് അത് 12 ലക്ഷം വരെ ആയി വന്നിട്ടുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു സംശയം സെക്ഷൻ 115 ABC അതിനെ കുറിച്ച് പലരും സംശയം ചോദിക്കുന്നത്. അതായത് മുൻകാലങ്ങളിൽ നമുക്കറിയാം ഓൾഡ് സ്കീം ഉണ്ടായിരുന്നു, ന്യൂ സ്കീം ഉണ്ടായിരുന്നു. ഈ ന്യൂ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യുന്നതാണ് സെക്ഷൻ 115 BAC വെച്ച് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 12 ലക്ഷത്തിലേക്ക് നേരെ ഇവർക്ക് എക്സംഷൻ കിട്ടും. മറ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താ പറയുക മറ്റേ ATC ഇൻഷുറൻസ്, പോസ്റ്റ് ഓഫീസ്, PF അറിയാലോ, ആ വക സാധനങ്ങൾക്കിടെ എല്ലാം എക്സംഷൻസും എല്ലാം അവൈൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഈ സ്ലാബ് വെച്ചിട്ട് ഈ ഒരു എക്സംഷൻ അത്ര ഒരു അട്രാക്റ്റീവ് അല്ല. എല്ലാവരും മിക്കവാറും ആളുകൾ ഈ പുതിയ സ്കീമിലേക്ക് ഓപ്റ്റ് ചെയ്യാനും സാധ്യത. അതായത് ഇതോടുകൂടി തന്നെ പഴയ സ്കീം ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇപ്പൊ കൂടുതൽ ബെനഫിഷ്യൽ ആയിട്ടുള്ളത് പുതിയ ന്യൂ റെജീമിലുള്ള. പിന്നെ അത് വളരെ ചെറിയൊരു കാറ്റഗറിക്ക്, അതായത് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് 2 ലക്ഷം വരെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം
പിന്നെ മറ്റേ നാഷണൽ പെൻഷൻ സ്കീമിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് മാത്രം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിക്ക് മാത്രമാണ് ഈ അതിന് വേറെ ബെനിഫിറ്റ് ഒന്നും കൂട്ടിയിട്ടില്ല, അതിനൊന്നും വേറെ കൂട്ടിയിട്ട് ടച്ച് ചെയ്തിട്ടില്ല. ഫലത്തില് നമുക്ക് ഓൾഡ് സ്കീം കാര്യമില്ല, അതിന്റെ കാര്യം കഴിഞ്ഞു. സ്കീമിലേക്ക് അതിന് 2 ബഡ്ജറ്റ് മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു ഇതിനകത്ത് എത്ര പേര് ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അത് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പം മാർക്കറ്റിലേക്ക് കൂടുതൽ തുക പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നതും അപ്പോഴും സർക്കാരിന് വലിയ നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്ന ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 8.75 കോടിയാണ് ഇന്ത്യയിലാകെ ITR ഫയൽ ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോഴത്തെ ഈ വർഷത്തെ അതായത് 7 ലക്ഷം വരെയുള്ള എക്സംഷൻ എല്ലാം കഴിച്ചിട്ട് ടാക്സ് അടക്കുന്നവർ ഇതിന്റെ പകുതിയെ വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 കോടി ആളുകളാണ് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥര്. ഇപ്പൊ പുതിയ ഇത് കൂടി വരുമ്പോഴത്തേക്കും ഏകദേശം 5 കോടി എന്നുള്ളത് അതിൽ നിന്ന് പിന്നെയും ഒരു വളരെ നല്ലൊരു കുറവ്, ഒരു 60-70% ആളുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. വളരെ ലിമിറ്റഡ് ആൾക്കാർ. അപ്പോൾ കുറെ കൂടി സ്ക്രൂട്ടിനി കാര്യങ്ങൾ കുറച്ചും കൂടെ ശക്തമായിട്ടുണ്ടാവാനായിട്ടുള്ള സാധ്യത ലിമിറ്റഡ് ആളുകളാണ് വരിക. മാത്രമല്ല ഈ മാർക്കറ്റിലേക്ക് ഫണ്ട് വരുമ്പോഴത്തേക്കും അത് നമ്മൾ കൂടുതൽ ക്രയവിക്രയത്തിലേക്ക് കൊണ്ടുവരികയും അത് GST ആപ്ലിക്കബിലിറ്റിയിലൂടെ സർക്കാരിന് വീണ്ടും തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഈ പറയുന്ന പോലെയുള്ള അട്രാക്ഷൻ ഫലത്തില് അങ്ങനെ നേരെ മറ്റേ പോക്കറ്റിലേക്ക് പോകുന്ന ഇതാണ് വരുന്നത്. അതെ, പക്ഷെ എല്ലാവരും ഹാപ്പിയാണ്. ഇന്ത്യ മുഴുവനും ആഘോഷിക്കുകയാണ് ഇതിന്റെ ബജറ്റ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോ പലരും പറയുന്നത് കേട്ട് നോട്ടീസുകൾ ഇഷ്ടംമാതിരി പഴയ ഇതിന്റെ അസസ്മെന്റിനെ കുറിച്ച് ഒത്തിരി നോട്ടീസുകൾ വരുന്നതായിട്ട് പലരും കംപ്ലൈന്റ് വരുന്നുണ്ട്. അതിനെ കുറിച്ച് അറിവുണ്ടോ? ഇപ്പൊ അറിയാലോ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെല്ലാം സ്വാധീനിച്ചു തുടങ്ങി. അപ്പൊ അത് സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങളിലും ഈ പറയുന്ന ഇൻഫർമേഷൻ മൈനിങ് സിസ്റ്റം അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ പേ എല്ലാവരും ഇപ്പൊ അതിലേക്ക് സ്വിച്ച് ഓവറായി. അതുപോലെ നമ്മള് ട്രാൻസാക്ഷൻസ് മുഴുവൻ നമ്മളെ പാൻ റിലേറ്റഡ് ആണ് ബാങ്കിൽ കൂടി നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ബാങ്കിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് പലതും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് സാറേ എനിക്കിങ്ങനെ ITR U ഫയൽ ചെയ്യണം 139(8)A പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഈ 2022-23 അസസ്മെന്റ് ഇയർ, അതായത് 2021-22 റിട്ടേൺ ഈ മാർച്ച് മുമ്പ് ഫയൽ ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇങ്ങനെ പല ആൾക്കാരും ഈ മെസ്സേജ് വരുന്നതായിട്ട് പറഞ്ഞു. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഈ പറഞ്ഞ ആളുടെ ഞാൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു 28 രൂപ പലിശ ആകെ കൂടി ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത് LSP അക്കൗണ്ടിൽ ഒരു 28 രൂപ പലിശ ബാങ്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്ക് അവർ നോക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു വരുമാനമുണ്ട്. ഈ എമൗണ്ട് എത്രയാണെന്നുള്ള ആ സിസ്റ്റത്തിന് അറിയില്ല, അത് അത്ര അങ്ങോട്ട് ഇത് നോക്കാറായിട്ടില്ല. അപ്പൊ ഈ പറയുന്ന 28 രൂപ കണ്ടപ്പം ഇയാൾക്കിടെ എന്തോ ഇൻകം ഉണ്ട്. അപ്പൊ ഇയാൾക്കിടെ സിസ്റ്റത്തിലേക്ക് വന്നു, ഇയാളുടെ മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് വന്നിരിക്കുന്നു. അയാൾക്ക് ശരിക്കും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു അലേർട്ട് തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു അലേർട്ടാണ്. ഈ വക ഇൻഫർമേഷൻസ് നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യരുത്. അതിലെന്തോ കാര്യം ഉണ്ടോ എന്നുള്ളതൊന്ന് ഒന്ന് പരിശോധിച്ചിട്ട് വിടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ റീഫണ്ട് കിട്ടുന്നത് ഇപ്പം എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞ് അവർക്കൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത് വളരെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ റിട്ടേൺ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ റിട്ടേൺ വളരെയധികം നേരത്തെ വന്നായിരുന്നു. പക്ഷെ പലരുടെയും അതിനു മുമ്പുള്ള പല കേസുകളും ഇപ്പോഴും സോൾവ് ചെയ്യാതെ റീഫണ്ട് കൊടുക്കാതെ കിടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അതിന്റെ റീസൺ? അതൊരു ഇപ്പൊ പലർക്കും സംഭവിക്കുന്ന ഒരു വിഷയമായിട്ട് വരുന്നുണ്ട്, പൊങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം ആദ്യം ഇനീഷ്യൽ ടൈമിൽ, അതായത് ജൂലൈ മാസത്തിൽ തന്നെ അതിന് മുമ്പേയൊക്കെ തന്നെ ആദ്യം തന്നെ ഏപ്രിൽ മെയ്യിലൊക്കെ തന്നെ ഫയൽ ചെയ്യാൻ തുടങ്ങി പലരും. ആ സമയത്ത് ഫയൽ ചെയ്തവർക്ക് വരെ ഇപ്പോഴും റീഫണ്ട് പാസ്സായി വരാത്ത കേസുകളുണ്ട്. ചെയ്യാവുന്നത് നമ്മൾ ഒരു ഗ്രീവൻസിലിടാം. പോർട്ടലിൽ ഗ്രീവൻസ് ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് മിക്കവാറും അത് അവർ മൈൻഡ് ചെയ്ത് അവിടെ കിടക്കും. ഇതിനകത്ത് ഇത് ഈ 6 മാസം വരെയാണ് അവർക്ക് സമയം ഇത് പ്രോസസ്സ് ചെയ്യാൻ. അപ്പോഴും നമ്മുടെ പലിശയുടെ മീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് നമുക്കിങ്ങോട്ട് ഈ വൈകുന്നതനുസരിച്ച് 1% പലിശ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരാൻ ബാധ്യസ്ഥരാണ്. ഇനി മാർച്ചിന് മുമ്പ് വേണം ഇതെല്ലാം പ്രോസസ്സ് ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റായിട്ട് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്.